നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് ഇപ്പോൾ ഈ രാവിലെ പ്രധാനമായും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. നമുക്കറിയാം, ഈ ഗാസ ഇസ്രായേൽ സംഘർഷം ഒരുപക്ഷെ ലോകാവസാനം വരെ നീണ്ടു നിന്നേക്കാമെന്നാണ് പലപ്പോഴും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരിക്കലും സമാധാന ഉടമ്പടികളിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഒടുവിൽ ഈ മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഖത്തറിനെ പോലും ഇസ്രായേൽ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നമുക്കറിയാം, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് ഇത്തവണ നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വേണമെന്ന പരക്കം പായുന്ന കാഴ്ചയാണ്. പക്ഷേ അങ്ങനെ ഓടുന്ന ട്രംപിന് പോലും ഈ ഒരു ഗാസ ഇസ്രായേൽ സംഘർഷം തൻ്റെ മേൽനോട്ടത്തിൽ, തൻ്റെ വരുതിയിൽ അവസാനിക്കണം എന്ന നിലപാടിലാണ്. പലപ്പോഴും ഇത് സാധ്യമാകാതെ വരുന്നു. ഒന്നുകിൽ ഇസ്രായേലിന് ഈ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളിൽ സമ്മതമുണ്ടാകില്ല, അല്ലെങ്കിൽ ഹമാസ് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. എന്തായാലും ഒരു അന്ത്യശാസനം പോലെ ഇപ്പോൾ ഒരു 20 ദിന ഉടമ്പടി അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിൽ ഇസ്രായേൽ സമ്മതം മൂളിയിരിക്കുന്നു. പക്ഷേ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് പ്രതികരണമെന്ന് ഇനിയും അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് എങ്കിലും പ്രാബല്യത്തിലുണ്ടാകുമോ? പശ്ചിമേഷ്യയിൽ ശാശ്വതമായ ഒരു സമാധാനം ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയ്ക്കുണ്ടാകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെ ഒരു വലിയ സഹായത്തിൽ കൂടി, എല്ലാം സാങ്കേതികമായി ഒരുപാട് നമ്മൾ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ കണ്ണിൽ ഇതൊന്നും കാണുന്നില്ല. അവിടെ ഇൻ്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ നാഡീ ഞരമ്പ് പോലെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് സേവനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഗതാഗതം ഉണ്ടാകില്ല, ബാങ്കിങ് സംവിധാനങ്ങൾ ഉണ്ടാകില്ല. പ്രാകൃതമായി അവർ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും വിശദമായ റിപ്പോർട്ടുകളൊക്കെ കാണാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഗാസ വെടിനിർത്തലിന് അമേരിക്ക തയ്യാറാക്കിയ സമാധാന പദ്ധതിയുമായി ഇസ്രായേൽ. ജീവിച്ചിരിക്കുന്ന 20 ഇസ്രായേൽ തടവുകാരെയും മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങളും കൈമാറണമെന്ന 20 ദിന ഉടമ്പടിയിൽ. ഹമാസിന് ഗാസയിൽ ഭരിക്കാനാകില്ലെന്നും കരാർ. ഉടമ്പടി നിരസിച്ചാൽ ഇസ്രായേൽ ജോലി പൂർത്തിയാക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. വെടിനിർത്തൽ പദ്ധതി രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ്. നെതന്യാഹുവിന്റെ ക്ഷമാപണത്തിന് പിന്നാലെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നറിയിച്ച് ഖത്തർ. MSC എൽസ കപ്പൽ അപകടം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. കപ്പൽ അധികൃതരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയില്ല. ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളികൾ. അമൃത ന്യൂസ് സ്പെഷ്യൽ. കരൂർ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. TVK ജനറൽ സെക്രട്ടറി ആനന്ദ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ഇന്നലെ അറസ്റ്റിലായ മതിയഴകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. NDA സംഘവും KC വേണുഗോപാലും ഇന്ന് കരൂരിൽ. അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി താലിബാൻ ഭരണകൂടം. വിമാന സർവീസ് മുതൽ മൊബൈൽ സർവീസ് വരെ സ്തംഭിച്ചു. നിരോധനം ഇന്റർനെറ്റ് അധാർമികമെന്ന് ചൂണ്ടിക്കാട്ടി. ദേവികുളത്ത് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ചലിക്കുന്ന മൊബൈൽ ടവർ പ്രവർത്തനരഹിതം. പ്രകൃതിക്ഷോഭം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വിവരം കൈമാറാൻ ടവർ സ്ഥാപിച്ചത് പെട്ടിമുടി ദുരന്തത്തിന് പിന്നാലെ. വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് ഗുവാഹത്തിയിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. ഏഷ്യ കപ്പ് ട്രോഫി വിവാദത്തിനിടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗം ഇന്ന്. ഗാസയിലെ 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിച്ച ഇസ്രായേൽ. US-ന്റെ 20 ദിന പദ്ധതിയാണ് ഇസ്രായേൽ അംഗീകരിച്ചത്. ബന്ദികളുടെ മോചനം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേലി പിന്മാറ്റം, ഹമാസിന്റെ കീഴടങ്ങൽ നിബന്ധനകൾ, പലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരണം, ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതാണ്
പുതിയ 20 ഉടമ്പടി കരാർ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പുറത്തിറക്കിയത്. വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഹമാസും നിർദ്ദേശങ്ങൾ പാലിക്കണം, ഇല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്നും നെതന്യാഹുവിന്റെ ഭീഷണിയുണ്ട്. ഇസ്രയേൽ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ട്രംപും മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്ന് ഖത്തറും അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും റദ്ദാക്കി. നിയന്ത്രണങ്ങളിൽ പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്റർനെറ്റ് അധാർമികമെന്നാണ് താലിബാന്റെ വാദം. നിരോധനത്തെ തുടർന്ന് കാബൂളിൽ വിമാന സർവീസ് അടക്കമുള്ള സേവനങ്ങൾ താറുമാറായി. തീരുമാനത്തെ തുടർന്ന് വീടുകൾ, സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ കമ്പനികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വൈഫൈ ഇന്റർനെറ്റ് ഇനി ലഭ്യമാകില്ല. ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് നിരോധനം വന്നതോടെ അവശ്യ സേവനങ്ങൾക്ക് ബദൽ പരിഹാരം നിർമ്മിക്കപ്പെടുമെന്നും പ്രവിശ്യ സർക്കാർ വക്താവ് ഹാജി ഔത്തല സെയ്ദ് അറിയിച്ചിട്ടുണ്ട്. ഉത്തരവ് ആഭ്യന്തരമായും രാജ്യാന്തര തലത്തിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇടുക്കി ദേവികുളത്ത് പ്രകൃതിക്ഷോഭം പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വിവരങ്ങൾ കൈമാറാൻ 5 വർഷം മുൻപ് സർക്കാർ വാങ്ങിയ ചലിക്കുന്ന മൊബൈൽ ടവറും ഉപകരണങ്ങളും പ്രവർത്തനരഹിതമായി. പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മൊബൈൽ ടവറും അനുബന്ധ സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചത്. ദേവികുളത്തെ ഇടമലക്കുടി ക്യാമ്പ് ഓഫീസിന് സമീപമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനവും മൊബൈൽ ടവറും ജനറേറ്ററും കാടുകയറിയും തുരുമ്പെടുത്തും നശിക്കുന്നത്. 2020 ഓഗസ്റ്റ് 6-നുണ്ടായ പെട്ടിമുടി ദുരന്തം വാർത്താവിനിമയ സംവിധാനമില്ലാത്തതിനാൽ അടുത്ത ദിവസമാണ് പുറം ലോകം അറിഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലിക്കുന്ന മൊബൈൽ ടവർ പെട്ടിമുടി ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ എത്തിച്ചത്. എന്നാൽ പിന്നീട് ഇത് സംരക്ഷിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതുപോലെയുള്ള സാധാരണക്കാരന് പ്രയോജനപ്രദമായിട്ടുള്ള മൊബൈൽ ടവറുകളെ സജ്ജരാക്കി വെക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമൂലം ആവശ്യപ്പെടാനുള്ളത്. DFO ഓഫീസിന് സമീപമുള്ള ഇടമലക്കുടി പഞ്ചായത്തിന്റെ ക്യാമ്പ് ഓഫീസ് പരിസരത്താണ് 5 വർഷം മുമ്പ് മൊബൈൽ ടവർ സംവിധാനം എത്തിച്ചത്. 5 വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച അവസ്ഥയിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി. കരൂർ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. TVK ജനറൽ സെക്രട്ടറി ആനന്ദ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്നലെ അറസ്റ്റിലായ TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. TVK കരൂർ വെസ്റ്റ് ജില്ലയുടെ കീഴിലായിരുന്നു പരിപാടിയുടെ സംഘാടനം. ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത FIR-ലുള്ളയാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കേന്ദ്രം നിയോഗിച്ച 8-അംഗ NDA സംഘവും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും ഇന്ന് കരൂരിലെത്തും. ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സന്ദർശിച്ചിരുന്നു. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ സഹമന്ത്രി L മുരുകനും ധനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനിടെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണമാണുള്ളത്. വിജയ് റാലിക്കെത്താൻ വൈകിയത് മനഃപൂർവ്വമാണെന്നാണ് FIR-ലെ പരാമർശം. കരൂരിലെ റാലി വിജയ് മനഃപൂർവ്വം വൈകിപ്പിച്ചെന്നാണ് FIR-ലെ പരാമർശം. കൂടുതൽ ആളുകളെ എത്തിക്കാനായി പരിപാടി 4 മണിക്കൂർ വൈകിപ്പിച്ചു. 10,000 പേരുടെ പരിപാടിക്കാണ് അനുമതി നൽകിയത്. എന്നാൽ അനുമതി നൽകിയതിലും കൂടുതൽ ആളുകൾ പരിപാടിക്കെത്തി. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയതെന്നും FIR-ലുണ്ട്. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനുമായിരുന്നു അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയത്. അനുമതിയില്ലാതെ റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങി. TVK നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിച്ചില്ലെന്നും FIR-ൽ പരാമർശമുണ്ട്. ഈ സാഹചര്യത്തിലാണ് TVK ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം. അതേസമയം വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ. പണയൂരിലെ വീട്ടിലായിരുന്ന വിജയ് രാവിലെ പട്ടണംപക്കത്തെ വീട്ടിലേക്ക് മാറി. TVK-യുടെ 2ാമത്തെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കരൂർ സന്ദർശിക്കുന്നതിനായി 8-അംഗ NDA സംഘത്തെ നിയോഗിച്ചു. ഹേമമാലിനി MPയുടെ നേതൃത്വത്തിലാണ് സംഘം കരൂരിൽ എത്തുക. രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. TVK റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചെന്നും ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഇല്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
SIR-നെതിരായ പ്രതിഷേധവും ചർച്ചകളുമൊക്കെ രാജ്യവ്യാപകമായി സജീവമാണ്. അതിനിടെ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പുറത്തിറക്കും. SIR നടപടികൾ പൂർത്തീകരിച്ചുള്ള പട്ടികയാണ് പുറത്തിറങ്ങുന്നത്. അന്തിമ വോട്ടർ പട്ടികയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. നവംബർ 22-നാണ് ബീഹാറിൽ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്നത്. തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്താൻ കമ്മീഷൻ അംഗങ്ങൾ ഈ മാസം 4, 5 തീയതികളിൽ ബീഹാർ സന്ദർശിക്കുന്നുണ്ട്. 7,24,00,000 വോട്ടർമാരാണ് പ്രാഥമിക വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ആദ്യ പട്ടിക പുറത്തിറക്കിയപ്പോൾ 65 ലക്ഷം വോട്ടർമാർ പുറത്തുപോയി. അതേസമയം ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഈ മാസം 7-ന് വീണ്ടും പരിഗണിക്കും. ലഡാക്കിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളിൽ ലേ അപ്പെക്സ് ബോഡിയുടെ നിലപാട് നിർണായകം. പൂർവ്വസ്ഥിതിയിലേക്ക് ലഡാക്കിനെ എത്തിക്കാതെ ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് അപ്പെക്സ് ബോഡി ഉള്ളത്. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളിൽ നിന്ന് അപ്പെക്സ് ബോഡി പിന്മാറിയിരുന്നു. എന്നാൽ ചർച്ചയുടെ വഴികൾ അടഞ്ഞിട്ടില്ലെന്നും ഏത് സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതുൾപ്പെടെ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചർച്ച ഈ മാസം 6-നാണ്. എന്നാൽ അപ്പെക്സ് ബോഡി വിട്ടുനിന്നാൽ സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് അത് തിരിച്ചടിയാകും. അതേസമയം കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടില്ല. നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നീക്കാതെ ചർച്ചയിലേക്ക് പോകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് അപ്പെക്സ് ബോഡി കടുത്ത തീരുമാനങ്ങൾ എടുത്തത്. കപ്പൽ അപകടം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. MSC എൽസ കപ്പൽ അധികൃതരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയില്ല. ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളികൾ നിൽക്കുകയാണ്. നഷ്ടപരിഹാര നടപടികളും പാതി വഴിയിലാണ്. MSC എൽസ കപ്പൽ ദുരന്തത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ദീർഘകാലമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളിൽ 80% കുടുംബങ്ങളും നിത്യവൃത്തിക്കായി വരുമാനം തേടുന്നവരും മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്തവരുമാണ്. അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തുവന്ന പ്ലാസ്റ്റിക് മത്സ്യവളർച്ചയെ തടസ്സപ്പെടുത്തുകയും വലകളും ബോട്ട് എഞ്ചിനുകളും കേടാകുന്നതിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഈ കേടുപാടുകൾ തീർക്കുന്നതിന് വലിയ രീതിയിലുള്ള പണം ആവശ്യമാണ്. പല കുടുംബങ്ങളും വായ്പയായി എടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ദുരിതത്തിലാണ്. പലർക്കും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്നാൽ കപ്പൽ കമ്പനി മത്സ്യത്തൊഴിലാളികളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും ഗ്രീൻ പീസ് ഇന്ത്യയും പറഞ്ഞു. നിയമ സംവിധാനങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ച് കമ്പനി നഷ്ടപരിഹാര തുക കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനി 1,200 കോടി രൂപ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ഉത്തരവ്. നേരത്തെ 9,531 കോടി രൂപ നഷ്ടപരിഹാരമാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ പോലും തികയുന്നില്ല, അല്ലെങ്കിൽ നിവൃത്തിയില്ല എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ക്ലെയിം നടപടിക്രമങ്ങൾ സർക്കാർ അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നതായ വല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കണ്ടിനെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കപ്പൽ ഒഴുക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ കണ്ടിനെയർ മോയിന്ന് കിടക്കുന്നത് രാവിലെ കാണാൻ പറ്റും, സൂര്യോദയത്തിൽ കാണാൻ പറ്റും, രാത്രി കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒഴുക്കിൽ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ വള്ളം ഓടിപ്പോകുമ്പോൾ ഈ മപ്പിളർ തട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ സാവറ്റിൻ്റെ കേടുപാട് സംഭവിക്കും. ആ കേടുപാട് സംഭവിച്ചപ്പോൾ അപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഹീറിൻ്റെ പണി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹീറിൻ്റെ പണി വന്നില്ല എന്നുണ്ടെങ്കിൽ റാഡ പിസ്റ്റൻ്റെ പണി വരും. അത് നാശനഷ്ടമാണ്. പിന്നെ രണ്ടാമതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ കയറി പോകുമെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് കൊണ്ടാകുന്നുണ്ടെങ്കിൽ വള്ളം പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകുന്ന സമയത്ത് അത് റിപ്പയറിങ് പണി എന്നുള്ളത് ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുതൽ എടുക്കുന്നക്കാലും ഇരട്ടിപ്പണിയാണ് അതിനകത്ത് വരുന്നത്. 2.5 മാസത്തോളം അവർ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നത്. മത്സ്യത്തൊഴിലാളി മക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ പഠിപ്പിക്കാനോ ഒരു അസുഖത്തിനോ ഒരു ഗതികളും ഇല്ലാതെ മക്കളൊക്കെ നക്ഷത്രക്കാലെണ്ണുകയാണ്. ദുരിതം അനുഭവിക്കണം. മക്കളൊക്കെ ദുരിതത്തിലാണ് കഴിയുന്നത്. അവർ ഇപ്പോൾ കടലിൽ ഇറങ്ങിയിട്ട് ഈ മറിഞ്ഞ കണ്ടെയ്നർ അലക്ഷ്യമായിട്ട് ഒഴുകുന്നതൊക്കെ കടലിനടിയിൽ ഇത് എടുത്തു മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടിയുള്ള ചില നടപടികൾ ആരംഭിച്ചുവെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതുമൂലം മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. എവിടെയൊക്കെ മത്സ്യബന്ധനം നടത്തുന്നു അവിടെയൊക്കെ വലകൾ ഇതിലൊടക്കി വലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കടലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ജീവിതം. ഇത് സർക്കാർ നേരെ നമ്മളെ നോക്കിയാൽ മാത്രമേ തീരദേശം നിർത്താൻ പറ്റത്തുള്ളൂ. നഷ്ടമുള്ളവർക്ക് അതൊക്കെ തീർത്തു കൊടുക്കണം. തീർത്താലേ കാര്യം നടക്കത്തുള്ളൂ.
നമുക്ക് എൻ്റെ കയ്യും കാലം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ പോറ്റി വളർത്താൻ പറ്റുമല്ലോ, എൻ്റെ മക്കളെ പഠിപ്പിക്കണം. ഇടുക്കി തൊടുപുഴയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷ പരമ്പര. ന്യൂമാൻ കോളേജിന് മുന്നിലും കുമ്പംകല്ലിലും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. മാരകായുധങ്ങളുമായി എത്തിയ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. കോളേജിന് മുന്നിലെ സംഘർഷം പോലീസ് എത്തി പിരിച്ചുവിട്ടു. പിന്നീട് ഇവർ വീണ്ടും കുമ്പംകല്ലിലെത്തി സംഘടിക്കുകയായിരുന്നു. യൂണിയൻ ഉദ്ഘാടന ദിവസം ന്യൂമാൻ കോളേജിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന് പോലീസ് അറിയിച്ചു. കാലപ്പഴക്കം ചെന്ന LP സ്കൂൾ കെട്ടിടം പൊളിച്ച് പകരം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാൻ തീരുമാനിച്ച് പത്തനംതിട്ട നഗരസഭ. സ്ഥലപരിമിതിയാൽ കളിക്കളം പോലുമില്ലാത്ത സ്കൂൾ കോമ്പൗണ്ടിൽ മറ്റൊരു ബിൽഡിംഗ് വരുന്നതിനെ എതിർത്ത് സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തെത്തി. പത്തനംതിട്ട ജില്ലയുടെ പിതാവ് KK നായർ പഠിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചാൽ പകരം അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തി കുട്ടികൾക്കായി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. പത്തനംതിട്ട വെട്ടിപ്പുറത്ത് 50 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് വെട്ടിപ്പുറം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. 160 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. പോരാത്തതിന് ഒരു അംഗൻവാടിയും ബ്ലോക്ക് റിസോഴ്സ് സെന്ററും. സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്നതിനിടെയാണ് സ്കൂളിലെ 105 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭ നോട്ടീസ് നൽകിയത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് കാരണം. എന്നാൽ കെട്ടിടം പൊളിച്ച് തലസ്ഥാനത്ത് റോഡ് നിരപ്പിൽ മണ്ണുമാറ്റി ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഇതാണിപ്പോൾ പ്രതിഷേധത്തിന് കാരണം. നമുക്ക് ഈ മാസം 30/5 ഫിറ്റ്നസ് ലഭിച്ചതാണ് ഈ സ്കൂളിന്. എന്നാൽ 21/8 ഈ സ്കൂൾ കെട്ടിടം അൺഫിറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നഗരസഭയിൽ നിന്നും ബഹുമാനപ്പെട്ട HMന് ലെറ്റർ ലഭിക്കുകയും അതേ തുടർന്ന് നമ്മൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടില്ല. ഈ സ്കൂളിൽ തന്നെയാണ് നഗരസഭയുടെ 87 നമ്പർ അംഗൻവാടിയും പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ഈ അൺഫിറ്റ് ആയ ബിൽഡിങ്ങിൽ തന്നെയാണ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മളുടെ PTA ആവശ്യം ഈ സ്കൂള് അൺഫിറ്റ് ആണെങ്കിൽ പൊളിക്കുന്നതിൽ നമുക്ക് എതിരില്ല. പക്ഷെ പൊളിച്ചിട്ട് BRCക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിസ്ഥലം, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അങ്ങനെയാണ് നമ്മുടെ PTA ആവശ്യം. ജില്ലയുടെ പിതാവ് KK നായരുടെ സ്മരണ നിലനിർത്തി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അസംബ്ലി, കലാകായിക പ്രവർത്തനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥലം ഉപയോഗിക്കാനാകും. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് രക്ഷകർത്താക്കളുടെയും സ്കൂൾ PTAയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട 2 ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാത്തത് പ്രതിസന്ധിയാകുന്നു. കല്ലുത്താൻ കടവ്, പുതിയറ ജംഗ്ഷനുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കാത്തതിൽ തോന്നിയ പടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനുകളാണ് കല്ലുത്താൻ കടവും പുതിയറയും. കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. ഇതോടെ തോന്നിയ പടിയാണ് വാഹനങ്ങളുടെ യാത്ര. ഏതു നിമിഷവും അപകടം മുന്നിൽ കണ്ടുള്ള യാത്ര. കാൽനട യാത്രക്കാരും ഇതോടെ പ്രയാസത്തിലായി. രാത്രിയിൽ അവസ്ഥ ഭീകരമാണ്. ജംഗ്ഷനിലൂടെ തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന വാഹനങ്ങൾ കൂട്ടിയുരസുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പുതിയറ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായതോടെ അപകട സാധ്യത ഏറെയാണെന്ന് സ്ഥലം കൗൺസിലറും BJP കോഴിക്കോട് സിറ്റി ജില്ലാ സെക്രട്ടറിയുമായ T റെനീഷ് പറഞ്ഞു. സമയം നമുക്കറിയാം, സിഗ്നൽ മാറിക്കഴിഞ്ഞാൽ 4 ഭാഗത്തു നിന്നും വണ്ടികൾ കയറി വരും. അതിൻ്റെതായിട്ട് ബ്ലോക്കുകൾ ഉണ്ടാവും. ഇതിനൊക്കെ ഉപരി പെട്ടെന്ന് അപകടം നടക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ ഒരു 8 മണിയോ 9 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം, സിഗ്നൽ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഒരുമിച്ച് വണ്ടിയെടുക്കും. രാവിലെ പോലെയുള്ള ഒരു സാഹചര്യമല്ല രാത്രി കാലങ്ങളിൽ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത ഇവിടെ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പരിഹരിക്കണമെന്നാണ് കൗൺസിലർ എന്നതിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ആവശ്യപ്പെട്ടാണ്. നഗരത്തിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതലയുള്ള കെൽട്രോൺ പരിശോധന നടത്തിയെങ്കിലും പിന്നീട് തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് കത്തിയ ബോർഡ് മാറ്റി ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും അല്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്നും യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഇന്ന് പവിഴമല്ലിത്തറമേളം കൊട്ടിക്കയറും. ചോറ്റാനിക്കരയമ്മയുടെ മൂലസ്ഥാനമായി ആരാധിച്ചു വരുന്ന പവിഴമല്ലിത്തറയ്ക്ക് മുന്നിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് തുടർച്ചയായി 12ാം വർഷമാണ് മേളം നടക്കുന്നത്. നടൻ ജയറാമാണ് മേളപ്രമാണി. ഇത്തവണ മേളത്തിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തും ഉൾപ്പെടെ 111 കലാകാരന്മാർ അണിനിരക്കും. 2 മണിക്കൂറോളമാണ് മേളം.
നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്തിൻ്റെ വായനാ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറിയുണ്ട്. ഏളൂർ ലൈബ്രറി. 39 വർഷമായി തലസ്ഥാനത്തിന് വായനാമധുരം പകരുന്ന ലൈബ്രറിയുടെ വിശേഷങ്ങളിലേക്ക്. 4 പതിറ്റാണ്ടോളമായി അക്ഷരവെളിച്ചം പകരുന്ന തിരുവനന്തപുരത്തെ എളൂർ ലൈബ്രറി പി ലൂയിസ് ജോൺ എന്ന പുസ്തകപ്രേമിയുടെ ആശയമാണ്. 1979 എറണാകുളത്താണ് എളൂർ ശൃംഖല ആദ്യമായി ആരംഭിക്കുന്നത്. 30 കൊല്ലത്തിൽ കൂടുതൽ ഞാൻ ഈ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഏകദേശം 1 ലാഖ് അടുപ്പിച്ച ബുക്കുകൾ ഉണ്ട്. യഥാർത്ഥത്തിൽ എളൂർ ലൈബ്രറി എന്നാണ് ഓണറിൻ്റെ കുടുംബ പേരാണത്. കൊല്ലഞ്ചേരിയാണ്. ലൂയിസ് ജോൺ എന്ന് പറഞ്ഞ സാറാണ് ഇതാദ്യമായിട്ട് ഇത് തുടങ്ങിയത്. അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. 15,000-ഓളം പേർക്കാണ് ഈ ഗ്രന്ഥശാലയിൽ അംഗത്വമുള്ളത്. ബാലസാഹിത്യത്തിന്റെ വലിയ ശേഖരമാണ് എളൂർ ലൈബ്രറിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നത്. ധാരാളം കുട്ടികൾ വരാറുണ്ട്, ധാരാളം പുസ്തകങ്ങൾ എടുക്കാറുണ്ട്. കുട്ടികൾക്കുടെ ബുക്സ് ഞങ്ങളുടെ നല്ലൊരു കളക്ഷൻ ലൈബ്രറിയിലുണ്ട്. 1000 രൂപയുടെ നിക്ഷേപത്തോടെ ഇവിടെ അംഗത്വമെടുക്കാം. അംഗത്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ തുക തിരികെ ലഭിക്കും. നിലവിൽ തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും കൊച്ചിയിലുമാണ് എളൂർ ലൈബ്രറീസ് വേരുറപ്പിച്ചിട്ടുള്ളത്. വായനാശീലം തിരികെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വലിയ പുസ്തകശേഖരം ഉള്ളിലൊളിപ്പിച്ച് നഗരത്തിരക്കുകൾക്കിടയിൽ നിശബ്ദയായി എളൂർ ലൈബ്രറി തലയുയർത്തി നിൽക്കുന്നു. കുട്ടികളിൽ മൊബൈൽ അഡിക്ഷനൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അവരെ വായനാശീലത്തിലേക്ക് കൈപിടിച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച ഇടമാണ് ഈ എളൂർ ലൈബ്രറി. പുസ്തകങ്ങളും പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളും അവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുമൊക്കെ അവർക്ക് എന്നെന്നും വഴികാട്ടികളാകുമെന്ന് തീർച്ച. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ച വീട്ടമ്മമാർ വരച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു. കാസർഗോഡ് സ്വദേശി മാധവിയും പാലക്കാട് നെന്മാറ സ്വദേശി ദേവുവുമാണ് ചിത്രരചനയിൽ മികവ് തെളിയിക്കുന്നത്. വീട്ടമ്മമാർ വരച്ച ചിത്രങ്ങൾ കാണാൻ ആർട്ട് ഗ്യാലറിയിൽ വൻ തിരക്കാണ്. അമ്മമാരുടെ ചിത്രത്തിലുടനീളം പഴമയുടെ തനിമ കാണാം. അവരുടെ കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടുമറിഞ്ഞ കഥകളും യാഥാർത്ഥ്യങ്ങളുമെല്ലാം ചിത്രത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നു. വീട്ടിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കും തിരക്കുകൾക്കുമിടയിലാണ് മാധവിയും ദേവുവും ചിത്രരചനയ്ക്ക് സമയം കണ്ടെത്തിയത്. കലാകാരനായിരുന്ന ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷമാണ് മാധവി ചിത്രരചനയ്ക്ക് തുടക്കം കുറിച്ചത്. നാട്ടുവൈദ്യനായിരുന്ന അച്ഛനെക്കുറിച്ചുള്ളതാണ് മിക്ക ചിത്രങ്ങളും. പണ്ടുകാലം മുതൽ കുട്ടിക്കാലത്ത് വളർന്ന സംഭവമാണ്, ഈ വീട്ടിലുള്ള സംഭവമാണ് ഇതൊക്കെ വരച്ചത്. എൻ്റെ അച്ഛൻ വിഷവൈദ്യം, നാട്ടുവൈദ്യൻ. അപ്പോൾ മരുന്നുകളൊക്കെ ഉണ്ടാക്കും, അച്ഛനെ ചെയ്തെന്ന് രോഗികൾക്കൊക്കെ രോഗം മാറ്റും. ആ അച്ഛനെ ഞാൻ അന്ന് ഇങ്ങനെ ഒക്കെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, അന്ന് കുട്ടിക്കാലം. ഇന്ന് എനിക്കത് ചിത്രത്തിൽ കൂടി അച്ഛനെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ദേവു നെന്മാറയുടെ ചിത്രങ്ങൾക്ക് പറയാനുള്ളത് പ്രകൃതിയുടെ കഥകളാണ്. കാടും മേടും മലകളും പുഴകളും മൃഗങ്ങളുമൊക്കെ ചിത്രത്തിൽ വന്നു പോകുന്നു. കൊറോണ കാലത്താണ് ദേവു ചിത്രരചനയിലേക്ക് കടക്കുന്നത്. പിന്നീട് അതൊരു ഹരമായി മാറുകയായിരുന്നു. പാലക്കാട് ജില്ല മൊത്തം മരമാണല്ലോ, മരം വരയ്ക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ വല്ല മൃഗങ്ങളാണെങ്കിലും ഉണ്ടാവും, ആനയോ പന്നിയോ. കൊറോണ കഴിഞ്ഞപ്പോൾ ഉണ്ണേഷണം പറഞ്ഞ മകനാണ്. അപ്പോൾ അവൻ വേറെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ആ പെയിൻറ്റിങ് അവിടെ കളഞ്ഞു. അപ്പോൾ ഞാനത് പേപ്പറിലൊക്കെ ഇങ്ങനെ വരച്ച് അത് പിന്നെ അമ്മനൊക്കെ നന്നായിട്ടുണ്ടാവും, കുറച്ചും കൂടെ അത് വരച്ച് നോക്കുക പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ബോർഡറൊക്കെ മേടിച്ച് തരും. അങ്ങനെ മേടിച്ച് ഇതും പെയിൻറ്റൊക്കെ മേടിച്ച് വന്നിട്ട് അതിൽ ഞാൻ വരയ്ക്കും. വീട്ടമ്മമാരുടെ കരവിരുതിൽ പിറന്ന കണ്ണിന് കുളിർമയേകുന്ന ചിത്രക്കാഴ്ചകൾ കാണാൻ ആർട്ട് ഗ്യാലറിയിൽ ജനത്തിരക്കേറെയാണ്. അമൃത ന്യൂസ്, തൃശൂർ. പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളെ എന്ന് പറയുന്നത് പോലെയാണ് ഈ വഴക്കുണ്ടാക്കാൻ ഓരോരോ കാരണങ്ങളെ. ചിക്കൻ ഫ്രൈയെ ചൊല്ലിയുള്ള തർക്കം ഒടുവിൽ കയ്യാങ്കളിയിൽ കലാശിച്ചു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവ് ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ആവശ്യപ്പെട്ടുവെങ്കിലും കിട്ടിയത് ചിക്കൻ്റെ കൈയുടെ ഭാഗമാണ്. ഇതിൻ്റെ പേരിലുള്ള തർക്കത്തിനൊടുവിലാണ് ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവിന് മർദ്ദനമേറ്റത്. കോട്ടയം ഏറ്റുമാനൂരിലാണ് സംഭവം.
ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഏറ്റുമാനൂർ നഗരത്തിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു തിരുവഞ്ചൂർ സ്വദേശിയായ നിധിൻ. ഓർഡർ എടുക്കാൻ വന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ജീവനക്കാരനോട് പൊറോട്ടയ്ക്കൊപ്പം ചിക്കൻ ഫ്രൈ ആവശ്യപ്പെട്ട നിധിൻ ചിക്കൻ ഫ്രൈ ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാൽ കിട്ടിയതാവട്ടെ ചിക്കൻ്റെ കൈയുടെ ഭാഗവും. ബാക്കി നിധിൻ്റെ തന്നെ വാക്കുകളിൽ. ഞാൻ ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ താര ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയും ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. അപ്പം അതിനനുസരിച്ച് എനിക്ക് കൊണ്ടുതന്ന ഒരു വിങ്സിൻ്റെ ഒരു പീസാണ്, അതായത് കൈയുടെ ഒരു പീസാണ് കൊണ്ടു തന്നെ. ഇവനോട് ഞാൻ ചോദിച്ചു, ബൈ ഇതുണ്ട്, ഞാൻ ചെസ്റ്റ് പീസ് പറഞ്ഞിട്ട് നീ എനിക്ക് ഈ ഇതാണല്ലോ കൈയാണല്ലോ കൊണ്ടു തന്നേക്കുന്നത്, ചിറകാണല്ലോ കൊണ്ടു തന്നേക്കുന്നത്, ഇതെന്നാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഇവൻ്റെ സ്പോട്ടിലുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നെ വർത്താനം പറഞ്ഞു, ഞാൻ നിനക്ക് പൈസ തന്നിട്ടല്ലേ കഴിക്കുന്നേ, ഞാൻ വെറുതെ അല്ല കഴിക്കുന്നേ എന്ന് ചോദിച്ചോളൂ. അന്നേരത്തേക്കും ഇവൻ കയറി ഒരു കാര്യം കാരണമൊന്നുമില്ല, വേറെ കാരണങ്ങളൊന്നുമില്ല, ഞാൻ ഇവനെ വേറെ അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ വിളിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു, ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. അന്നേരത്തേക്ക് ഇവൻ എന്നെ കയറി ഇടിക്കുമായിരുന്നു. താൻ പണം നൽകിയിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ജീവനക്കാരൻ മുഖത്ത് മർദ്ദിച്ചു എന്നാണ് നിധിൻ്റെ പരാതി. അടിപിടി ഉണ്ടായ ഉടൻ തന്നെ തൊഴിലാളി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്. അതേസമയം ഇരുഭാഗത്തു നിന്നും പരാതി ലഭിക്കാത്തതിനാൽ കേസ് എടുത്തിട്ടില്ല എന്നാണ് ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ഷൈൻ നിഗത്തിന്റെ കരിയറിൽ 25ാം ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ബൾട്ടി തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. സ്പോർട്സ് ആക്ഷൻ ചിത്രമായ ബൾട്ടി ഏതൊരു പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് നടൻ ഷൈൻ നിഗം പറഞ്ഞു. ചിത്രം മികച്ച വിജയം നേടിയതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ഉണ്ണി ശിവലിംഗം പ്രതികരിച്ചു. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ടീം ബൾട്ടിയുടെ പ്രതികരണം. ഈ ബോർഡറിൽ വേലമ്പാളയം പിള്ളേരെന്ന് പറഞ്ഞാൽ പോക്കിരികളാണ്. പുതുമുഖ സംവിധായകൻ ഉണ്ണി ശിവലിംഗത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബൾട്ടിക്ക് RDXന് ശേഷം ഷെയ്ൻ അഭിനയിക്കുന്ന ആക്ഷൻ പ്രാധാന്യമുള്ള ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കബഡിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സ്പോർട്സ് ആക്ഷൻ ചിത്രം റിലീസ് ദിനത്തിൽ തന്നെ മികച്ച അഭിപ്രായം നേടിയിരുന്നു. ഒരുത്തൻ ഡുക്കി, ഒരുത്തൻ സ്കോർപ്പിയൻ കിക്ക്, ഇനി ഒരുത്തൻ ഡാഷ്, ഇനി അവസാനം ഒരുത്തനുണ്ട്, അവനാണ് ബൾട്ടി. ഇതിന് പിന്നാലെയാണ് അണിയറ പ്രവർത്തകർ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത്. വെറുമൊരു ആക്ഷൻ സിനിമയായി ബൾട്ടിയെ കാണരുതെന്നും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന മികച്ചൊരു എന്റർടൈനർ ചിത്രമാണ് ബൾട്ടിയെന്നും ഷൈൻ നിഗം പറഞ്ഞു. ഇതൊരു പിള്ളേർ സെറ്റിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു അടിപ്പടമല്ല, അതിനപ്പുറത്തേക്കൊരു നല്ലൊരു കഥ പറഞ്ഞു പോകുന്ന ഗാങ്സ്റ്റർ റൈവൽറി കൃത്യമായി അടയാളപ്പെടുത്തുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായ സ്പേസുള്ള മികച്ചൊരു എൻ്റർടൈനർ ഫോർമാറ്റിലുള്ളൊരു സിനിമയാണ്. തിയേറ്ററുകളിൽ പോയി നിറഞ്ഞ സദസ്സിലിരുന്ന് കൈയടിച്ച് വിസിലടിച്ച് കാണാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു പടം ആണ് ബൾട്ടി. ഇതുവരെ വളരെ നല്ല റെസ്പോൺസുകളുണ്ട്, ഒരുപാട് സന്തോഷം. ബൾട്ടിയെ മികച്ച സിനിമയാക്കി മാറ്റിയതിലെ സന്തോഷം സംവിധായകൻ ഉണ്ണി ശിവലിംഗവും പങ്കുവച്ചു. സിനിമ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് ഞങ്ങൾ എന്താണോ പോസിറ്റീവ് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ച് ആ ഏരിയാസിലെല്ലാം പോസിറ്റീവ് കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു കബഡി സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ആൻഡ് ഫുൾ സ്പോർട്സ് മൂവി എന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു സ്പോർട്സ് മൂവിയിൽ എപ്പോഴും ഒരു നായകൻ അവസാനം ആ കായിക ഇനത്തിൽ ജയിച്ചോ ഇല്ലയോ, കപ്പ് നേടിയോ ഇല്ലയോ, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സ്പോർട്സ് മൂവിൻ്റെ ടെംപ്ലേറ്റ് പോവുക. പക്ഷേ ബൾട്ടിയിൽ കബഡി ഒരു ക്യാരക്ടർ പോലെയാണ്. നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള, നടന്മാരായ അക്ഷയ് രാധാകൃഷ്ണൻ, ശിവഹരിഹരൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദയസൂര്യൻ വന്നേ മാനത്ത്, ഉലകം മൊത്തം നിന്നി താഴത്ത്, ഉടവാളീശും പോലെ ഉടനെ മിന്നൽ വെട്ടും. ഇത് മാറ്റല്ല, പുറംപൊളിയും. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് ചെർക്കള കല്ലത്തടുക്ക അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തടുക്ക പാലം വഴി ദുരിതയാത്ര. പാലത്തിന്റെ അടിഭാഗത്ത് സിമന്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. പൊതുമരാമത്ത് റോഡിൽ പള്ളത്തടുക്ക പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ഇപ്പോൾ തീരെ സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിലാണ്. പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ അപകടമുണ്ടാക്കുന്ന വൻകുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലം കുലുങ്ങുന്ന അവസ്ഥയാണ്.
പാലത്തിന്റെ അടിഭാഗം കണ്ടാൽ ആരും തന്നെ ഇതുവഴി വാഹനങ്ങളുമായി കടന്നു പോകില്ല. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന് പുറത്തേക്ക് കാണുന്ന തുരുമ്പിച്ച കമ്പികൾ ഏത് സമയവും പാലം തകർന്നു വീഴാമെന്ന സൂചന നൽകുന്നു. പാലം സുരക്ഷിതമല്ലെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. പള്ളത്തടുക്ക പാലം പുനർനിർമ്മിക്കണമെന്ന് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുമരാമത്ത് വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ട് 2 വർഷം പിന്നിടുകയാണ്. മഴ പോയി അടുത്ത മഴ വരാനായി, ഇന്നുവരേക്കും പണി തുടങ്ങിയില്ല. ഏറ്റവും കൂടുതൽ ദുർബലമായ പള്ളത്തടുക്ക ഈ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല. അതിലേക്ക് ഇനി ടെൻഡർ ചെയ്യാനുണ്ട്, ഫണ്ട് അനുവദിക്കാനുണ്ടെന്ന്. ഇനി എപ്പോഴും അനുവദിക്കുന്നത്? ഞങ്ങൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. എത്ര സ്കൂട്ടറുടെ വീഴുന്ന് കുട്ടികൾക്ക് അപകടം. ഞങ്ങൾക്ക് എപ്പോഴും ഹോസ്പിറ്റലിന് കൊണ്ടുപോകേണ്ട പരിപാടിയാണ് ഇതുള്ളത്. ബദിയടുക്ക മെഡിക്കൽ കോളേജ്, കർണാടകയിലെ സുള്ളിയ എന്നിവിടങ്ങളിലേക്ക് ബസ്സടക്കം കടന്നു പോകുന്ന പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി പാലം ദുർബലമാണെന്ന ജാഗ്രതാ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് അധികൃതർ. അമൃത ന്യൂസ്, കാസർഗോഡ്. ക്രമസമാധാന പരിപാലനം കാര്യക്ഷമമായി നിർവഹിക്കാൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇടുക്കി രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. നിലവിലുള്ള വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലെത്തിയതോടെയാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. കാലപ്പഴക്കം ചെന്ന് തുരുമ്പെടുത്ത വാഹനമാണ് ഇപ്പോൾ പകരം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പുതിയ വാഹനങ്ങൾ അനുവദിച്ച പോലീസ് സ്റ്റേഷനുകളിലൊന്നാണ് രാജാക്കാട്. ഫോഴ്സിന്റെ ഗൂർഖ, മാരുതി സുസുക്കിയുടെ ജിംനി എന്നീ 2 വാഹനങ്ങളാണ് രാജാക്കാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. സർവീസിനായി നൽകിയ ഗൂർഖ വാഹനം ഇതുവരെയും തിരികെ ലഭിച്ചിട്ടില്ല. സ്പെയർ പാർട്സ് ലഭ്യതക്കുറവ് മൂലമാണ് വാഹനം നന്നാക്കാൻ കാലതാമസം നേരിടുന്നത്. കഴിഞ്ഞ മാസം പെട്രോളിംഗിനിടയിലുണ്ടായ അപകടത്തിൽ ജിംനിക്കും കേടുപാടുകൾ സംഭവിച്ചു. നിലവിൽ ഷോറൂമിലുള്ള ഈ വാഹനവും കേടുപാടുകൾ പരിഹരിച്ച് പുറത്തിറക്കാൻ കാലതാമസം നേരിടും. സ്വകാര്യ വാഹനങ്ങളെയോ ഉദ്യോഗസ്ഥരുടെ സ്വന്തം വാഹനങ്ങളെയോ ആശ്രയിച്ചാണ് നിലവിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലുള്ളത് കാലഹരണപ്പെട്ട കണ്ടം ചെയ്ത ഒരു വണ്ടിയാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിലുള്ളത്. നമ്മളിപ്പോൾ അത്യാവശ്യ കേസിന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു അടിബഹളം ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്ന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എത്തിപ്പെടാൻ വണ്ടി ഇല്ലാതെ വരികയും അവർ സ്വകാര്യ വണ്ടിയിൽ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. താൽക്കാലികമായി പകരം നൽകിയിരിക്കുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതായതിനാൽ മലയോര മേഖലയുടെ പല പ്രദേശങ്ങളും താണ്ടാൻ അപര്യാപ്തമാണ്. ക്രമസമാധാന പരിപാലനത്തിന് കാര്യക്ഷമമായ വാഹനമില്ലാതെ വന്നതോടെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. അമൃത ന്യൂസ്, ഇടുക്കി. എല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന അർജുനനെ വിജയത്തിലെത്തിക്കാൻ ശ്രീകൃഷ്ണൻ വേണമായിരുന്നു. നമ്മളെയും വിജയത്തിലെത്തിക്കാൻ ഒരു ശ്രീകൃഷ്ണൻ വേണം. ജീവിത വിജയം കൈവരിക്കുന്നതിന് കൃത്യമായ ഒരു വഴികാട്ടി ഉണ്ടാകണം. വഴികാട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമൊക്കെയായ ശ്രീദത്ത് എസ് പിള്ള സംസാരിക്കുന്നു. ക്രിക്കറ്റ് സീസൺ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലാണ്. 22 വയസ്സുള്ള ഒരു ബ്ലോണ്ട്, ഇച്ചിരി നീളം മുടിയുമായിട്ട് സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ലെഗ് സ്പിന്നർ. ഹിസ് നെയിം ഷെയ്ൻ കീത്ത് വോൺ. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമാണ്, ഡെബ്യൂ മാച്ചാണ് സിഡ്നിയിൽ. ആ ഒരു മാച്ചിൽ 150 റൺസ് കൺസീഡ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു വിക്കറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്. രവിശാസ്ത്രിയുടെ വിക്കറ്റ് മാത്രമാണ് കിട്ടിയത്. ആ സീരീസിൽ ഒരു ടെസ്റ്റ് മാച്ച് ഇവിടെ കളിച്ചു. അതിനുശേഷം അതിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. ഹി വാസ് ഡ്രോപ്പ് ഫ്രം ദ ടീം. ഇത് കഴിഞ്ഞപ്പോഴാണ് ഷെയ്ൻ വോൺ ഒരു വേക്കപ്പ് കോൾ ഉണ്ടായത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഐ നീഡ് ഹെൽപ്പ്, എനിക്ക് സഹായം വേണം. നേരെ പോയത് ടെറി ജെനർ എന്നുള്ളൊരു കോച്ചിൻ്റെ അടുത്താണ്. ടെറി ഒരു വളരെ ബ്ലണ്ടായിട്ട് വളരെ ജെനുവിനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ടെറി ചോദിച്ചു, ഷെയ്ൻ, നിനക്ക് ഇനി ടെസ്റ്റ് മാച്ച് കളിക്കാൻ ആഗ്രഹമുണ്ടോ, ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഷെയ്ൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടിപ്പോയി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ വാണ്ട് ടു പ്ലേ ഫോർ ഓസ്ട്രേലിയ അഗെയിൻ. അപ്പോൾ ടെറി ജെനർ പറഞ്ഞു, യു ആർ നോട്ട് ഗുഡ് ഇനഫ് ബട്ട് യു ക്യാൻ ബി. ഈ രീതിയിൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ വളരെ അധികം കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. ആദ്യമായിട്ട് യു ആർ എ ഫാറ്റ് ഡാഷ് ഡാഷ് ഡാഷ്. ഓസ്ട്രേലിയൻസിന് വേർഡ്സിന് കുറവൊന്നുമില്ല. അതിൽ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞത്, നീ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിനക്ക് പറ്റും. ആ ഷെയ്ൻ വോണാണ് പിൽക്കാലത്ത് 708 ടെസ്റ്റ് വിക്കറ്റുകൾ എടുത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് ടു എവർ പ്ലേഡ് ദ ഗെയിം. ഷെയ്ൻ വോണിൻ്റെ ലൈഫിൽ ടെറി ജെനർ ഇല്ലായിരുന്നെങ്കിൽ ഷെയ്ൻ വോൺ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഷെയ്ൻ വോൺ തന്നെ അക്നോളജ് ചെയ്ത കാര്യമാണ്, തൻ്റെ സക്സസിൻ്റെ ഒരു വലിയൊരു പങ്കും ടെറി ജെനറിന് അവകാശപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മളുടെ മൂന്നാമത്തെ ബാരിയറാണ്. നമ്മൾ പലപ്പോഴും ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് പരാജയപ്പെടുന്നത് നമ്മൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ്, ലെറ്റ്സ് സീക്ക് ഹെൽപ്പ്. ഒരുപക്ഷെ നമ്മുടെ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ തുറന്നു പറയാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടി കൊണ്ടോ നമ്മൾ പലപ്പോഴും നമ്മൾ സഹായം ചോദിക്കാറില്ല. അല്ലെങ്കിൽ സഹായം ആരെടുത്ത് ചോദിക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. വി നീഡ് ടു ഹാവ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. എന്നോട് ചോദിച്ചാൽ വി നീഡ് ടു ബി സറൗണ്ടഡ് ബൈ 2 types of people. One, people who are better than us. അത് ഈസി അല്ല. നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെടുത്ത് നമ്മൾ ഡീൽ ചെയ്യുമ്പം ദേ മൈറ്റ് ചാലഞ്ചസ്, ദേ മൈറ്റ് മേക്ക് us ഫീൽ ഇൻസെക്യൂർ. അതൊക്കെ നമുക്കുണ്ടാവാം. പക്ഷേ വി ആർ ലേണിംഗ്, വി ആർ ഇംപ്രൂവിങ്. അതാണ് വി ആർ പ്രോഗ്രസിങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, വി നീഡ് ടു ഹാവ് പോസിറ്റീവ് പീപ്പിൾ അറൗണ്ട് us. വി നീഡ് ടു ഹാവ് പീപ്പിൾ ഹു ലിഫ്റ്റ് us. അതായത് നമ്മളുടെ ഉയർച്ചയിൽ ജെനുവനായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാർ വേണം. അതല്ലാതുള്ള ആരായാലും എന്ത് ടാഗ് ക്യാരി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആണെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ഇപ്പോൾ നമ്മൾ ഈ വിശ്വസുന്ദരി പട്ടം എന്നൊക്കെ അതൊക്കെ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനുള്ള ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് ഐശ്വര്യ റായും സുസ്മിത സെന്നും ആ കോമ്പറ്റീഷൻസ് വേൾഡ് സ്റ്റേജിൽ വിൻ ചെയ്തുകൊണ്ടാണ്. അതിലൊരു കഥയുണ്ട്. സുസ്മിത സെന്നും ഐശ്വര്യ റായും മിസ് ഇന്ത്യ ഇതിന് ഏറ്റുമുട്ടി. ഐശ്വര്യ റായ് ആസ് വി നോ സോ ബ്യൂട്ടിഫുൾ. അതിൽ സുസ്മിത സെൻ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. സുസ്മിത സെൻ പറഞ്ഞു, ഐശ്വര്യ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല അമ്മേ. വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞതാണ്, ഐശ്വര്യ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല അമ്മേ, പോയിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, യു നെവർ നോ, മേ ബി യു ഹാവ് സംതിങ് ഷീ ഡസൻ ഹാവ്, വൈ ഡോണ്ട് യു ഗിവ് ഇറ്റ് എ ട്രൈ. ആ വേർഡ്സാണ് ശരിക്കും സുസ്മിത സെനെ ഇൻസ്പയർ ചെയ്ത് പോയി മിസ് ഇന്ത്യ പാജൻറ്റിൽ മത്സരിച്ചു. സുസ്മിത സെന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ അവർ മിസ് യൂണിവേഴ്സിന് പോയി അവിടെയും ജയിച്ചു. So we need to have the right kind of people and that can make a massive difference. നമ്മൾ ഒരു നല്ല മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. അതുപോലെ തന്നെ ടെറി ജെനർ ഒരു കോച്ച് മാത്രമല്ലായിരുന്നു. ടെറി ജെനർ ഷെയ്ൻ വോൺ ഒരു മെൻറ്ററായിരുന്നു. നമുക്കും മെൻറ്റേഴ്സ് വേണം. ഇപ്പോൾ മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. അർജുനൻ്റെ എല്ലാ കഴിവും അർജുനൻ ഉണ്ടായിരുന്നെങ്കിലും ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളാണ് അർജുനനെ ലക്ഷ്യത്തിലെത്തിച്ചത്. നമ്മുടെ ലൈഫിലും ആ ഒരു ശ്രീകൃഷ്ണൻ വേണം. പീപ്പിൾ ഹു ക്യാൻ ഗിവ് us ദ റൈറ്റ് ഗൈഡൻസ്. നമ്മുടെ ഈഗോ മാറ്റിവെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം, ഒരു മെൻറ്റേഴ്സ് തയ്യാറാക്കാം. ലെറ്റ്സ് നോട്ട് ട്രൈ ടു ഡു ഇറ്റ് അഗെയിൻ, ലെറ്റ് us സീക്ക് ഹെൽപ്പ്. അങ്ങനെ നിങ്ങൾക്കൊരു നല്ല മെൻറ്ററിനെ കിട്ടുമ്പോൾ എന്നെ കൂടി അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാത്ത വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വിപണിയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരുന്നു. മാത്രമല്ല തുടർച്ചയായി 7ാമത്തെ ദിവസവും ഇന്നലെ വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിലും വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും ഇവിടെ ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. ഇന്നലെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ അളവിൽ വിപണിയിൽ വിൽപ്പന തുടർന്നു. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയിൽ നിർണായകമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകരും വിപണിയിൽ പ്രതികൂലമായി ഇടപെടുന്നതാണ് വിപണിയിൽ ഇപ്പോഴത്തെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. മുൻനിര സൂചികയായ നിഫ്റ്റി 25,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുള്ളൂ. മറിച്ചാണെങ്കിൽ വിപണിയിൽ വിൽപ്പന ഹ്രസ്വകാലത്തേക്ക് തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ വിപണിയിലുള്ള ഓരോ ഉയർച്ചയിലും വിൽപ്പന തുടരുക എന്നുള്ള ഒരു സമീപനമാണ് നിക്ഷേപകരുടെ ഭാഗത്തുനിന്നും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ ഉയർച്ചയിലും ഒരുപക്ഷെ വീണ്ടും വിൽപ്പന തുടർന്നേക്കാം. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിപണിയിലെ ഓരോ താഴ്ചയും മികച്ച ഓഹരികൾ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു അവസരമായി കണക്കാക്കാവുന്നതുമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരിക്കും. ഇന്നിപ്പോൾ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും ഇന്നലത്തിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ദിവസത്തിന്റെ 2ാം പകുതി നിർണായകവുമായിരിക്കും. നന്ദി ശ്രീ ദിലീപ്.
ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദ്രോഗികൾക്ക് ആശ്വാസവുമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ 50ഓളം പേർക്കാണ് പദ്ധതിയിലൂടെ പേസ് മേക്കർ വിതരണം ചെയ്യുന്നത്. 63 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ജോയ് ആലുക്കാസിന്റെ തൃശൂരിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരഞ്ഞെടുത്ത 20ഓളം നിർധനരായ രോഗികൾക്ക് പേസ് മേക്കർ നൽകി. സമൂഹത്തിലെ നിർധനരായ ആളുകളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചതെന്ന് ഡോക്ടർ ജോയ് ആലുക്കാസ് പറഞ്ഞു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി ജോസ്, മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കരുണദാസ്, IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ്, TMA പ്രസിഡന്റ് പത്മകുമാർ, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി ആലുക്കാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മിഡിൽ ഈസ്റ്റ് കാർ വിപണിയിൽ ഏറ്റവും പുതിയ മോഡലായ സീക്കർ 7X എന്ന ആഡംബര കാറിനെ അവതരിപ്പിച്ച് പ്രീമിയം മൊബിലിറ്റി ചൈനീസ് ബ്രാൻഡായ സീക്കർ. ദുബായിൽ നടന്ന വമ്പൻ ലോഞ്ചിങ്ങിൽ തന്നെ 2 ബാച്ച് വാഹനങ്ങളാണ് വിൽപ്പന നടത്തിയത്. സീക്കർ 7X എന്ന ഏറ്റവും പുതിയ പ്രീമിയം കാറിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക വിപണിയിലേക്കുള്ള പ്രവേശനമാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്നത്. കാറിനുള്ളിലെ ലക്ഷറി സങ്കല്പങ്ങളുടെ പൂർണ്ണതയെന്ന വിശേഷണത്തോടെയാണ് സീക്കർ 7X എന്ന ഓൾ പർപ്പസ് SUV ദുബായിൽ നടന്ന വമ്പൻ ചടങ്ങിൽ ലോഞ്ച് ചെയ്തത്. പെർഫോമൻസ്, ആഡംബരം, ഡിസൈൻ തുടങ്ങി അടിമുടി ഗ്ലാമറസ് ആണ് സീക്കർ 7X. ശാന്തമായ രൂപഭംഗിയിൽ മറഞ്ഞിരിക്കുന്ന ഊർജം എന്ന സങ്കല്പത്തിലാണ് കാറിന്റെ ഡിസൈൻ. ഓട്ടോമാറ്റിക് ഫ്രെയിംലെസ് ഡോറുകൾ, 93 ഇഞ്ച് സ്റ്റാർഗേറ്റ് ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ലൈറ്റ് കർട്ടൻ, ഉള്ളിൽ 3 മോഡുകളിൽ 12 കളറുകളുള്ള ഐസ് ബ്ലാക്ക് ക്രിസ്റ്റൽ ആംബിയൻ ലൈറ്റുകൾ, സൂപ്പർ ലാർജ് പനോരമിക് സൺറൂഫ്, 13.02 ഇഞ്ച് സ്മാർട്ട് ഡാഷ്ബോർഡ് എന്നിങ്ങനെ അത്യാധുനിക ഫീച്ചറുകളെല്ലാം ഉണ്ട് സീക്കർ 7Xൽ. 21 സ്പീക്കറുകളുള്ള സൗണ്ട് സിസ്റ്റം കൺസർട്ട് ഹാളിലെ ഫീൽ നൽകുമെന്നാണ് നിർമ്മാതാക്കളുടെ വാഗ്ദാനം. 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ വെറും 3.8 സെക്കൻഡ് മാത്രം മതി. ഒറ്റ ചാർജിംഗിൽ 615 കിലോമീറ്ററാണ് റേഞ്ച്. യൂറോ NCP 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമുണ്ട് സീക്കർ 7Xന്. 100 കിലോമീറ്റർ വേഗതയിലായാൽ പോലും 34.9 മീറ്റർ ദൂരത്തിനുള്ളിൽ ബ്രേക്ക് ചെയ്ത് നിർത്താനും സാധിക്കും. 5 വർഷ ഉൽപാദക വാറണ്ടി, ബാറ്ററിക്ക് 8 വർഷത്തെ ഉൽപാദക വാറണ്ടി എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഗീലി ഗ്രൂപ്പിന് കീഴിലുള്ള പ്രീമിയം മൊബിലിറ്റി ടെക്നോളജി ബ്രാൻഡാണ് സീക്കർ. അമൃത ന്യൂസ്, ദുബായ്. രാജ്യതലസ്ഥാനത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സമഗ്ര പദ്ധതിയുമായി ഡൽഹി സർക്കാർ. ഡൽഹി ജല ബോർഡിന് കീഴിലുള്ള വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് തറക്കല്ലിടും. മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉൾപ്പെടെ 1800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുക. പുതിയ പമ്പിംഗ് സ്റ്റേഷനുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പഞ്ചാബ് DGP. ISI സഹായത്തോടെയാണ് പാകിസ്ഥാന്റെ നീക്കം. ഉത്സവകാലങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന രഹസ്യ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി പഞ്ചാബ് DGP ഗൗരവ് യാദവ് അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ തുടങ്ങിയതെന്നാണ് വിലയിരുത്തൽ. അതിർത്തി ജില്ലകളിലെ BSFന്റെ 7 കമ്പനിയെയും മറ്റു ജില്ലകളിൽ സംസ്ഥാന സായുധ സേനയുടെ 50 കമ്പനി സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൂജവയ്പ് ഭക്തിസാന്ദ്രമായി. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വിശേഷാൽ ഗ്രന്ഥങ്ങളുമായുള്ള ഘോഷയാത്രയെ തുടർന്നായിരുന്നു പൂജവയ്പ് ചടങ്ങുകൾ. വിജയദശമി ദിനമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കും. മധ്യകേരളത്തിലെ തന്നെ പ്രധാന സരസ്വതി ക്ഷേത്രങ്ങളിലൊന്നായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ പൂജവയ്പ് നടന്നു. സരസ്വതി സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലായിരുന്നു പൂജവയ്പ്. കുഴിമറ്റം ഉമാമഹേശ്വര ക്ഷേത്രം, ചോഴിയക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, സ്വാമി വിവേകാനന്ദ പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിശിഷ്ട ഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പരുത്തുംപാറ കവലയിൽ സംഗമിച്ചു. തുടർന്ന് രഥഘോഷയാത്രയായി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ക്ഷേത്രത്തിനു മുന്നിൽ ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ KV ശ്രീകുമാർ വിശേഷാൽ ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ എത്തിച്ച് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ പൂജവയ്പ് നടന്നു. വിജയദശമി ദിനമായ ഒക്ടോബർ 2 വ്യാഴം രാവിലെ 4-ന് പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇത്തവണയും വിദ്യാദേവതയുടെ സന്നിധിയിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും. അമൃത ന്യൂസ്, കോട്ടയം.
പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന ജമ്മുകശ്മീർ താഴ്വരയിലെ പാർക്കുകൾ തുറന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ ഉത്തരവ് പ്രകാരമാണ് 7 പാർക്കുകൾ തുറന്നത്. തീരുമാനം താഴ്വരയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരും. വിവിധ വികസന പദ്ധതികളിലൂടെ ജമ്മുകശ്മീരിലെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതിനിടെയാണ് പഹൽഗാം ആക്രമണമുണ്ടായത്. തുടർന്ന് താഴ്വരയിലെ സുപ്രധാന പാർക്കുകളെല്ലാം സർക്കാർ അടച്ചു. അതിശക്തമായ നിയന്ത്രണത്തിലായിരുന്നു താഴ്വരയും പ്രദേശവുമെല്ലാം. ആ നിയന്ത്രണങ്ങൾക്കാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത്. അനന്ത്നാഗ് മേഖലയിലെ ഉൾപ്പെടെ 7 പാർക്കുകൾ തുറക്കാനാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അംഗീകാരം നൽകിയത്. പാർക്കുകൾ തുറന്നതോടെ വിനോദസഞ്ചാര മേഖല സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് ജനങ്ങൾ വ്യക്തമാക്കി. तो आज दिल खुश हो गया बहुत ज़्यादा कि ये खुल गए हैं. अल्हम्दुलिल्लाह आज बहुत एंजॉय कर रहे हैं, बहुत ज़्यादा एंजॉय कर रहे हैं कि बहुत ज़्यादा खुश है. जो कि हम सबको पता है कि बहुत टाइम से जब से आई थिंक पहलगाम अटैक हुआ है तब से ये पार्क्स बंद आई है. तो आज इनको रीओपन किया गया है, ये बहुत खुशी की बात है. हम अब ज़्यादा से ज़्यादा नेचर को एक्सप्लोर कर सकते हैं. जो यहाँ के टूरिस्ट्स हैं वो इन पार्क्स में भी आ सकते हैं जो आज तक बंद पड़ी थी. तो हम बहुत ज़्यादा खुश हैं. वी आर सो हैप्पी. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് താഴ്വരയിൽ ഭീകരവാദ ആക്രമണം ഉണ്ടാകുന്നത്. വിനോദസഞ്ചാരികളായ സാധാരണക്കാർക്ക് നേരെയാണ് ആയുധധാരികളായ പാകിസ്ഥാൻ തീവ്രവാദികൾ നിറയൊഴിച്ചത്. 26 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. പാർക്കുകൾ തുറന്നു നൽകിയ പശ്ചാത്തലത്തിൽ താഴ്വരയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാസർഗോഡ് നഗരസഭയിൽ നടപ്പിലാക്കിയ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മറവിൽ വൻ അഴിമതി എന്ന ആരോപണം. കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ രംഗത്തെത്തി. കാസർഗോഡ് നഗരസഭയിൽ പാങ്ങുള്ള ബജാർ, ചേലുള്ള ബജാർ എന്ന പദ്ധതിയുടെ ഭാഗമായി ഫ്ലക്സ്, ലൈറ്റ് ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചിരുന്നു. കൂടാതെ പുൽത്തകിടിയും ചെടികളും വെച്ചുള്ള ഡിവൈഡർ നിർമ്മാണങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ കരാർ നൽകിയത് കാസർഗോഡ് നഗരസഭയിലെ ജീവനക്കാരന്റെ ഭാര്യയുടെ ബിനാമി കമ്പനിക്കെന്നും കൂടാതെ ഓരോ സ്ഥലത്തും പരസ്യം സ്ഥാപിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ ഈടാക്കുന്നതായും പരാതിയിൽ പറയുന്നു. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 70-ലധികം ബോർഡുകൾ സ്ഥാപിക്കുവാനാണ് കരാർ നൽകിയത്. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട പരസ്യ വരുമാനം തട്ടിയെടുക്കുകയാണെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചു. ഇത് നഗരസഭയുടെ പേരിൽ നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനം അടിച്ചു മാറ്റാൻ വേണ്ടി 3-4 വ്യക്തികൾ, മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥനടക്കമുള്ള വ്യക്തികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്ത് നൽകാൻ നഗരസഭയിലെ BJP കൗൺസിലർമാർ തയ്യാറാകുന്നുണ്ട്. പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് കരാർ ഏറ്റെടുത്ത കമ്പനി നഗരസഭയ്ക്ക് ഒരു വർഷത്തേക്ക് 1,14,000 രൂപയും GSTയും മാത്രമാണ് നൽകേണ്ടത്. തെളിവ് സഹിതം പരാതി ലഭിച്ചതിനാൽ വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. അതേസമയം വൈദ്യുതി ചാർജ് അടക്കം നഗരസഭയ്ക്ക് 1 രൂപ പോലും ചിലവില്ലാത്ത പദ്ധതിയിൽ അഴിമതിയില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് ഭരണസമിതിയുടെ നിലപാട്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കി ശാന്തൻപാറ, പൂപ്പാറ മേഖലകളിൽ അനധികൃത നിർമ്മാണം സജീവം. പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിരത്തിയാണ് അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. പൂപ്പാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചു. ഇടുക്കിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിന് പോലും വലിയ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിരത്തി വൻകിട നിർമ്മാണങ്ങൾ സജീവമായി നടക്കുന്നത്. പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ യാതൊരു അനുമതിയുമില്ലാതെയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ ശങ്കരപാണ്ഡ്യൻമെട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന ഭൂമാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണമെന്നാണ് സൂചന. ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് വഴിയൊരുക്കുന്ന തരത്തിലാണ് അനധികൃത നിർമ്മാണം. ചൊക്രമുടി കയ്യേറ്റത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തിന് പിന്നിലെന്നാണ് വിവരം. ഇത്ര ഉയരത്തിൽ എന്തായാലും ചെറിയ വീടുകൾക്കുള്ള നിർമ്മിതിക്ക് പോലും അനുമതി കൊടുക്കാൻ പറ്റിയ പ്രദേശമല്ല. ഇവിടെ വലിയ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണത്തിനുള്ള രീതിയിലാണ് ചൊക്രമുടി വെട്ടിയ പോലെ തന്നെ റോഡ് തലങ്ങനെ വിലങ്ങനെ ഈ മലയ്ക്ക് ചുറ്റും അരഞ്ഞാണ് രീതിയിൽ വെട്ടിയിരിക്കുന്നത്. മലനിരകളിലെ ഭൂമി വാങ്ങിയതിനു ശേഷം പലർക്കായി 5 സെന്റും 10 സെന്റുമായി മുറിച്ചു വിൽക്കും. ഇവിടെ വീട് വയ്ക്കുന്നതിന് അനുമതി വാങ്ങിയ ശേഷം വൻകിട റിസോർട്ടുകൾ കെട്ടിയുയർത്തുകയാണ് പതിവ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ യഥാർത്ഥ ഉടമയുടെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യും. സർക്കാർ സംവിധാനത്തെ പോലും നോക്കുകുത്തിയാക്കിയാണ് വൻ ഭൂമാഫിയ മലയോരത്തെ മലനിരകൾ കൈയടക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണിതീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം 10 വർഷമായിട്ടും പൂർത്തിയായില്ല. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനരഹിതമായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഉണ്ടാകുന്നത്.
2015 1,10,00,000 രൂപ ചെലവഴിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ ടൂറിസം സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിതത്. നിർമ്മാണം പൂർത്തിയാക്കാതെ 2018 ഡിസംബറിൽ ഉദ്ഘാടനം നടത്തി. എന്നാൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യവും കുടിവെള്ളവും ഇല്ലാത്തതിനെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിരാക്ഷേപ പത്രം നൽകിയില്ല. ഇതോടെ ഉദ്ഘാടനം കഴിഞ്ഞ് 7 വർഷമായിട്ടും ടൂറിസം സെന്റർ അടഞ്ഞുകിടക്കുകയാണ്. ഈ 10 വർഷം സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ടോ മുടക്കിയിട്ട് ഇത് ഒന്ന് പാർക്കിംഗ് ഇല്ല, 2 ഇതിനാവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള സൗകര്യമില്ല. ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇങ്ങനെ സർക്കാർ ഫണ്ട് മുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആവശ്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. 8 മുറികൾ, ഡോർമെറ്ററി എല്ലാം അടങ്ങിയതാണ് ടൂറിസം സെന്റർ. വിനോദസഞ്ചാരികൾക്ക് മതിയായ താമസ സൗകര്യമില്ലാത്ത പ്രദേശമാണ് കാൽവരി മൗണ്ട്. സമീപ പ്രദേശങ്ങളിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടെങ്കിലും ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. ടൂറിസം സെന്ററിന്റെ പാർക്കിങ്ങിനായി സ്ഥലം വാങ്ങാൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് സന്നദ്ധമാണെങ്കിലും ഇതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. നിലവിൽ കോടികൾ ചിലവഴിച്ച ടൂറിസം സെന്റർ കാടുകയറി നശിക്കുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഒരു വിയോഗവാർത്തയാണ്. മുതിർന്ന BJP നേതാവ് വിജയ് കുമാർ മൽഹോത്ര അന്തരിച്ചു. ഡൽഹി എയിംസിലായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. രാജ്യതലസ്ഥാനത്തെ BJPയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളായിരുന്നു വിജയ് കുമാർ മൽഹോത്ര. 5 തവണ ഡൽഹിയിൽ നിന്നുള്ള MPയും 2 തവണ MLAയുമായിരുന്നു. 1999 പൊതു തെരഞ്ഞെടുപ്പിൽ 29,000-ലധികം വോട്ടുകൾക്ക് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മൽഹോത്ര പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 2004 പൊതു തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വിജയിച്ച ഏക BJP സ്ഥാനാർത്ഥിയും മൽഹോത്രയായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ താൽക്കാലിക പ്രസിഡന്റായും ചുമതല വഹിച്ചിട്ടുണ്ട്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ആതിഥേയരായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ആദ്യ മത്സരം. ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുക്കും. ആകെ 31 മത്സരങ്ങളാണ് ഉള്ളത്. നവംബർ 2 ഫൈനൽ. നവി മുംബൈ ആയിരിക്കും വേദി. പാകിസ്ഥാൻ ഫൈനലിൽ കടക്കുകയാണെങ്കിൽ ഫൈനൽ കൊളംബോയിൽ നടക്കും. പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം കൊളംബോയിലാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും പുറമെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 2013 ശേഷം ആദ്യമായാണ് ഇന്ത്യ ആതിഥേയരാകുന്നത്. വൈകിട്ട് 3 മണിക്ക് ഗുവാഹത്തിയിലാണ് മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീം ഇക്കുറി ശക്തരാണ്. ഗുവാഹത്തിക്ക് പുറമെ ഇൻഡോർ, വിശാഖപട്ടണം, നവി മുംബൈ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ വേദികൾ. ഓസ്ട്രേലിയയാണ് നിലവിലെ ജേതാക്കൾ. ഏഷ്യ കപ്പ് ട്രോഫി വിവാദത്തിന്റെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗം ഇന്ന് ദുബായിൽ ചേരും. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിക്കെതിരെ യോഗത്തിൽ BCCI കടുത്ത നിലപാട് സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം പാക് താരങ്ങൾക്ക് 2ാം സ്ഥാനത്തിനുള്ള മെഡലുകൾ വിതരണം ചെയ്ത ശേഷം ഏഷ്യ കപ്പ് ട്രോഫിയുമായി നഖ്വി ഗ്രൗണ്ട് വിട്ടത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇക്കാര്യം BCCI യോഗത്തിൽ ഉന്നയിക്കും. വിഷയത്തിൽ ACC അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ICCക്ക് പരാതി നൽകാനാണ് ഇന്ത്യയുടെ നീക്കം. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹ്സിൻ നഖ്വി സമ്മാനദാന ചടങ്ങിൽ എത്തിയതോടെയാണ് ചടങ്ങിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയത്. നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു. പാകിസ്ഥാൻ മന്ത്രി എന്ന നിലയിലും നഖ്വിയുടെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലുമാണ് ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ നഖ്വി ഇത് അനുവദിച്ചില്ല. ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ നഖ്വി നിർദ്ദേശിക്കുകയായിരുന്നു. വ്യക്തിഗത മെഡലുകൾ ഇന്ത്യൻ ടീം സ്വീകരിച്ചിരുന്നു. മറ്റു മെഡലുകളോ ട്രോഫിയോ ഏറ്റുവാങ്ങുന്നില്ലെന്ന് ICC അറിയിച്ചതായി കമന്റേറ്റർ അറിയിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു. പിന്നാലെ നഖ്വി ഉൾപ്പെടെ എല്ലാ ICC ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം വിട്ടു. അതേസമയം നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഇന്ത്യക്ക് ട്രോഫി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് BCCIയുടെ നിലപാട്. എന്നാൽ അതിൻ്റെ പേരിൽ ട്രോഫിയും മെഡലുകളും മൊഹ്സിൻ നഖ്വി അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് അനുവദിക്കാനാവില്ല എന്നും അത് ബാലിശമായ നടപടിയെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ദേവജിത് സൈക്കിയ വ്യക്തമാക്കി. So we have refused to take that trophy, but that does not mean that that gentleman will take the trophy and the medals which is to be given to our country to his own hotel room. So that is totally unexpected, and we hope semblance of morality, at least we are expecting that from him. And in any case, BCCI as well as we are going to lodge a very strong protest against the behavior of the gentleman in today's prize distribution ceremony. ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്.
ആവേശകരമായ ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യനായ ശേഷം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പുറമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.